തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിനുള്ളിൽ രോഗികൾ കുടുങ്ങി. രോഗികളും രോഗികളുടെ സഹായികളും ഉൾപ്പെടെ 6 പേരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. അമൽ തേനമ്പറമ്പിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അമൽ, നിലവിലെ സാഹചര്യം എന്താണ്? അനുഷ്ക, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങുക എന്ന് പറയുന്നത് പുതിയൊരു വാർത്തയല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് 3 തവണയാണ് ഇത്തരത്തിൽ ലിഫ്റ്റ് തകരാറിലായി രോഗികളുടെ കൂട്ടിരിപ്പുകാരോ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങുന്ന അവസ്ഥയുണ്ടായത്. ഇപ്പോൾ 6 പേരാണ് ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്നത്. അതിൽ രോഗികളുണ്ട്, രോഗികളുടെ കൂട്ടിരിപ്പുകാരുണ്ട്. അങ്ങനെ 6 പേർ 1 മണിക്കൂറോളം സമയം ഒരു ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. വൈദ്യുതി തകരാറാണ് പ്രശ്നം എന്നുള്ളതാണ് ആശുപത്രിയുടെ വിശദീകരണം. പക്ഷേ ജനറേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നുള്ളത് കൊണ്ട് 1 മണിക്കൂറോളം സമയം അവർക്ക് ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. പിന്നീട് സുരക്ഷാ ജീവനക്കാരെത്തി അല്പസമയങ്ങൾക്ക് മുമ്പ് അവരെ ലിഫ്റ്റ് താക്കോൽ ഉപയോഗിച്ച് തുറന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്രയും സമയം അവർ അവിടെ കുടുങ്ങിക്കിടന്നു. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഇതേ അത്യാഹിത വിഭാഗത്തിൽ, മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലല്ല, അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർമാരടക്കമുള്ള ആളുകൾ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. ഈ പ്രശ്നത്തിന് ഒരു സ്ഥിരമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ നമ്മൾ ഇതേ സ്ഥലത്ത് നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും കേട്ട ഒരു വാർത്തയുണ്ട്. CPIയുടെ തിരുവല്ല ലോക്കൽ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ കുടുങ്ങിക്കിടന്നത് 42 മണിക്കൂറാണ്. 42 മണിക്കൂർ ലിഫ്റ്റിൽ കിടന്ന് മലമൂത്ര വിസർജനം അടക്കം ലിഫ്റ്റിൽ നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം അദ്ദേഹം തന്നെ തുറന്നു പറയുന്ന ഒരു അവസ്ഥ വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? മെഡിക്കൽ കോളേജിൽ സിസ്റ്റം തകരാറെന്നുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ്. ലിഫ്റ്റിൽ 6 പേർ കുടുങ്ങി, പിന്നീട് ജീവനക്കാരെത്തി അവരെ പുറത്തെത്തിച്ചു എന്നുള്ളതാണ്. അമൽ തേനമ്പറമ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.